on, we have contestant number 5 on stage. മാന്യ ജഡ്ജസ്, പ്രിയപ്പെട്ട അതിഥികളെ, മത്സരാർത്ഥികളെ, ഞാൻ ഡോക്ടർ ബിന്ദു പ്രശാന്ത്, 50 വയസ്സ് പ്രായം. ഞാൻ മൃഗസംരക്ഷണ വകുപ്പിൽ കഴിഞ്ഞ 26 വർഷമായി ഒരു വെറ്ററിനറി ഡോക്ടറായി ജോലി ചെയ്യുന്നു. ഭക്ഷ്യോൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരുടെയും ഓമന മൃഗങ്ങളെ പരിപാലിക്കുന്നവരുടെയും കൂടെയാണ് എൻ്റെ പ്രവർത്തനം. അവരിൽ നിന്നും ലഭിക്കുന്ന സ്നേഹാദരങ്ങൾ വിലമതിപ്പുള്ളതാണ്. സൗഹൃദങ്ങളും കലയും വിനോദസഞ്ചാരവും എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. വിജയിക്കുന്നതിലല്ല, പങ്കെടുക്കുന്നതാണ് പ്രധാനം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഈ വേദിയിൽ ഇത്രയും പേരുടെ കൂടെ എനിക്ക് കൂടാൻ സാധിച്ചത്. കണ്ണൂരാണ് ഞാൻ വളർന്നത്. കണ്ണൂരിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക തനിമ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. തിറകളും തറികളും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ജന്തുജന്യ രോഗങ്ങൾ പടരുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രൊഫഷൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. മനുഷ്യരുടെയും മൃഗത്തിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും ആരോഗ്യത്തിന് വൺ ഹെൽത്ത് എന്ന കോൺസെപ്റ്റ് അഥവാ ഏകാരോഗ്യം എന്ന ആശയത്തിൽ ഊന്നി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എൻ്റെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്നെ കേട്ട ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി. നമസ്കാരം. അടുത്തതായി contestant number 6 വേദിയിലേക്ക് എത്തിച്ചേരുന്നു. മാന്യ സദസ്സിന് എൻ്റെ നമസ്കാരം. ഞാൻ മെറീൻ ജിപ്സ. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. ഓസ്ട്രേലിയയിൽ നിന്ന് നഴ്സിംഗ് ബിരുദം നേടി സിംഗപ്പൂർ നാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥിനിയാണ്. അതോടൊപ്പം മാൽദീവ്സിൽ എക്സിക്യൂട്ടീവ് നഴ്സായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് നിരവധി മനസ്സുകളെ മനസ്സിലാക്കാനും അടുത്തറിയാനും സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ യുണീക്നെസ് തന്നെയാണ്. കൈൻഡ്നെസ്, സിംപ്ലിസിറ്റി ആൻഡ് പേഷ്യൻസ് ആണ് എൻ്റെ സിഗ്നേച്ചർ ക്വാളിറ്റീസ്. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും ഓരോ വെല്ലുവിളികളും ഞാൻ ഓരോ ചവിട്ടുപടികളാക്കി എന്നെ തന്നെ കൂടുതൽ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയൊരു ഞാനാക്കി മാറ്റുകയായിരുന്നു. ഇന്ന് എൻ്റെ സ്വപ്ന സാക്ഷാത്കാര വേദിയിൽ നിൽക്കുമ്പോൾ എസ്പാനിയോ ഇവൻസിനോടും മിസ്സിസ് കേരള ടീമിനോടും ഞാൻ എൻ്റെ ആത്മാർത്ഥമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് അനുഗ്രഹീതമായി കിട്ടിയ നമ്മുടെ ഈ ജീവിതത്തെ അതിൻ്റെതായ ഭംഗിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം. അവിടെ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, വെല്ലുവിളികൾ ഉണ്ടായേക്കാം. തളർന്നു പോയേക്കരുത്. കരുത്തോടെ, ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകണം. നമ്മുടെ ചെറുതും വലുതുമായ ഓരോ ആഗ്രഹങ്ങളും സ്വപ്രയത്നത്താലെയും കഠിനാധ്വാനത്തിലൂടെയും നേടിയെടുക്കണം. വർക്ക് ഹാർഡ്, dream big and never give up. And today, here I am presenting myself as a beautifully confident woman who is celebrating her womanhood and believe that you are born to achieve great things. Thank you so much. ഔഷധി മിസ്സസ് കേരള 2023 സ്വാഗതം ചെയ്യാൻ contestant number 7. ഞാൻ നമിത സത്യൻ, അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവും മകനും അടങ്ങിയ ഒരു ചെറിയ കുടുംബത്തിൽ ഞാൻ വളരെ സന്തുഷ്ടയായിരുന്നു. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വലിയ പ്രശ്നമാണ് എന്നെ തേടിയെത്തിയത്: അമിതവണ്ണം. അതെന്റെ ആരോഗ്യത്തെ മാത്രമല്ല, എൻ്റെ ആത്മവിശ്വാസത്തെയും തകർത്തു. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്ക് മുമ്പിൽ ഞാൻ ആകെ ഇല്ലാതായി. അതിനെ അതിജീവിക്കാൻ എന്റെ മുന്നിൽ തെളിഞ്ഞത് 2 മാർഗങ്ങളായിരുന്നു. ഒന്നാമത്തേത്, ഇതൊന്നും കാര്യമാക്കാതെ ഞാൻ എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോവുക. രണ്ടാമത്തേത്, ഇന്നെന്നെ കളിയാക്കുന്നവർ നാളെ എന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ദിവസം വരുന്നത് വരെ പ്രയത്നിക്കുക.
അങ്ങനെ അവർക്കുള്ള മറുപടി കൊടുക്കുക. ഞാൻ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ മാർഗമായിരുന്നു. ആത്മവിശ്വാസത്തിന്റെ ചിറകുകൾ വെച്ച് ഞാൻ എന്റെ യാത്ര ആരംഭിച്ചു. അങ്ങനെ ഏകദേശം 17 കിലോയോളം കുറച്ചു. ഈ മിസസ് കേരള മത്സരം എനിക്ക് വെറും ഒരു സൗന്ദര്യ മത്സരമല്ല, എന്നെ തന്നെ വീണ്ടെടുക്കുവാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഒരു കൊല്ലം മുമ്പുള്ള ഞാൻ മുതൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ വരെയുള്ള എന്റെ യാത്ര നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ആത്മവിശ്വാസം നൽകുമെങ്കിൽ ഞാൻ സന്തുഷ്ടയാണ്. നന്ദി. Aushadi, Mrs. Kerala 2023. Moving on with contestant number 8. ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സായിരുന്നു, ജനറലായിരുന്നു, റേഡിയോ ജോക്കി ആയിരുന്നു, വീഡിയോ ജോക്കി ആയിരുന്നു. ഇപ്പോൾ ഫോണോ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ വീട്ടമ്മ. 8 വർഷമായി ഞാൻ ഇതുപോലെ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ 2 വശങ്ങളും എനിക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റി. ഇന്നിവിടെ ഒരു പുതിയ തുടക്കമായി നിൽക്കുന്നു. ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കാൻ കാരണം എൻ്റെ മകളാണ്. അവൾക്കറിയാം എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. നമ്മുടെ ജീവിതം വെറുതെ ജീവിച്ച് പാഴാക്കരുത് എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ കിട്ടുന്ന നിമിഷം നന്നായി എൻജോയ് ചെയ്ത് ജീവിക്കുക, അതാണ് നമ്മുടെ വിജയം. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് മാത്രമേ അറിയൂ, അത് മറ്റുള്ളവർക്ക് തമാശയായിരിക്കും. ഞാനന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാകുമ്പോൾ അത് നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെയും കൂടി സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും തികച്ചും വ്യത്യസ്തയാവാനാണ് എനിക്കിഷ്ടം. ഇതാണ് ഞാൻ ദിവ്യ ശ്യാം. താങ്ക് യു. Aushadi, Mrs. Kerala 2023. Contestant number 9. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട്. എന്നാൽ ചിലർ ആ സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കാണും, എന്നിട്ടത് ലോകത്തിന് ജീവിച്ച് കാണിച്ചു കൊടുക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠനം ഏറ്റെടുത്ത് നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ കുടുംബം വിദ്യാഭ്യാസത്തിനായി എനിക്ക് ഒരുക്കി തന്ന അവസരങ്ങളാണ് എന്നെ ഇന്ന് ഈ വേദിയിൽ നിർത്തുവാൻ പ്രാപ്തിയാക്കിയത്. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനും മറ്റു കുട്ടികളെ സഹായിക്കാനും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പ്രക്രിയ തുടർന്ന് കൊണ്ടുപോകാനുള്ള ബോധ്യം കൂടെ അവരിൽ വളർത്തിയെടുക്കുവാനും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇന്ന് ഈ വേദിയിൽ എത്തി നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യത്തെ ഊട്ടിയുറപ്പിക്കുവാനും അതോടൊപ്പം തന്നെ എൻ്റെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജിക്കി തോമസ്, കോട്ടയം സ്വദേശിനി, ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നൃത്തവും ബേക്കിങ്ങും വളരെയധികം ഇഷ്ടപ്പെടുന്ന, ഇവയെല്ലാം സ്വയം പ്രയത്നത്താൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു കുടുംബിനി. വിജയിക്കുവാൻ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ ഒരു പരാജയം നമ്മളെ പിന്തള്ളുകയില്ല എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു contestant number 10. നമസ്കാരം. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അറിയപ്പെട്ടിരുന്നത് മിസ് രമ്യയുടെ മകൾ എന്നായിരുന്നു. പക്ഷെ അതേ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പൂർത്തിയാക്കി ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ അറിയപ്പെട്ടത് ആനി മാമ്പള്ളിയുടെ അമ്മ എന്നായിരുന്നു. അതാണ് ഞാൻ, ആനി മാമ്പള്ളി. എന്ത് ചെയ്താലും എവിടെ പോയാലും ഒരു ഡ്രസ്സ് ആയാൽ പോലും എൻ്റെ വ്യക്തിമുദ്ര ഞാൻ പതിപ്പിക്കും. പഠനത്തിൽ 4 ഗോൾഡ് മെഡൽ, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ സർഗപ്രതിഭ, അഭിഭാഷക. ഇത്രയൊക്കെ ആണെങ്കിലും ഒരു സ്ത്രീ തനിക്കായി സമയം കണ്ടെത്തേണ്ടതിൻ്റെയും പഠിക്കേണ്ടതിൻ്റെയും സാമ്പത്തിക ഭദ്രത കൈവരിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഞാൻ തിരിച്ചറിഞ്ഞത് വിവാഹശേഷമാണ്. തിരിച്ചടികൾ എനിക്ക് ശക്തി നൽകിയപ്പോൾ ആ ശക്തി എനിക്ക് നൽകിയത്
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ലീഗൽ കൺസൾട്ടന്റ് എന്ന ജോലി, നിയമത്തിൽ PhD, മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം, അഭിഭാഷകയ്ക്ക് പുറമെ CFE, CFPSC, CAME എന്ന 3 പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ്, 22 പ്രസിദ്ധീകരണങ്ങൾ. എനിക്കുണ്ടായ തിരിച്ചറിവ് മറ്റുള്ളവർക്ക് നൽകി അവർക്കൊരു പ്രചോദനമായപ്പോൾ എന്നെ തേടിയെത്തിയത് 3 അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ. ഇന്ന് ആത്മവിശ്വാസത്തോടെ സന്തോഷത്തിന്റെ നിറകണ്ണുകളുമായി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ള സന്ദേശം ഒന്നേ ഒന്നാണ്. ഒരു മഴത്തുള്ളിയെ നോക്കി നിറമില്ല എന്ന് ആരും പറയരുത്. കാരണം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ആ മഴത്തുള്ളി മാനത്ത് വിടരുന്നത് ഒരു മഴവില്ലായിട്ടാണ്. ഞാൻ എൻ്റെ സൂര്യപ്രകാശം കണ്ടെത്തി ഒരു മഴവില്ലായി മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ലെറ്റ് മീ വെൽക്കം contestant number 11. എല്ലാവർക്കും നമസ്കാരം. ഒരു മനുഷ്യന്റെ ചിന്തകളുടെയും കഴിവുകളുടെയും പരിമിതി എന്ന് പറയുന്നത് അവന്റെ തീരുമാനത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ചിന്തകളും ആശയങ്ങളും പാകപ്പെടുത്തുന്നതിനും കഴിവുകൾ മിനുക്കിയെടുക്കുന്നതിനും നിരന്തരമായി അവസരങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. ഇത്തരം അവസരങ്ങൾ എൻ്റെ തന്നെ മികച്ചൊരു പതിപ്പിനെ സൃഷ്ടിക്കുമെന്നും അതിലൂടെ മനസ്സിൽ കളങ്കമില്ലാതെ നമുക്ക് ചുറ്റുമുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിൽ കളങ്കമില്ലാത്തവൾ എന്ന അർത്ഥം വരുന്ന അനഘ എന്ന പേര് എനിക്ക് നൽകിയത് എൻ്റെ അച്ഛനാണ്. കഴിഞ്ഞ 7 വർഷമായി IT മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ മേക്ക് എ ഡിഫറൻസ് പോലുള്ള സർക്കാരിതര സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിച്ചു പരിചയമുണ്ട്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിക്കുന്ന ഒന്നാണ് സമയം. അതൊട്ടും തന്നെ പാഴാക്കാതെ വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിക്കുവാനും അത് പ്രയോഗിക്കുവാനും ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഞാൻ ആദ്യമായി ഫാഷൻ മോഡലിംഗ് രംഗത്തേക്ക് ചുവടുവെക്കുകയും ഇനിയുള്ള യാത്രയിൽ പ്രചോദനമായേക്കാവുന്ന രീതിയിലുള്ള ചില നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നഗരിയിൽ നിന്നും കിഴക്കിന്റെ വെനീസിലെ മിസസ് കേരള 2023 എന്ന ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇനിയുള്ള എൻ്റെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും മുതൽക്കൂട്ടാവുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുമെന്ന്. നന്ദി.